கன்சிவக நகநகவன இவன் இருக்க கதற பிரிச்சு எடுக்க வாரா ராஜாதி ராஜா வெட்டி வீசி எறிய போறா ഹലോ നമസ്കാരം ഗുഡ് ഈവനിംഗ് വെൽക്കം സ്വാഗതം വണക്കം ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ലെറ്റ്സ് ബിഗിൻ ദ ഷോ ദാറ്റ് ഈസ് ബോയിങ് ബോയിങ് ഇതെന്താണ് അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ഏറ്റുവാങ്ങി ഇതാരാണ് രാജയും പിള്ളേരും സ്ട്രോങ് ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് കേരളമാകെ രണ്ട് സിനിമകളുടെ ഒരു എന്താ പറഞ്ഞ ജ്വരത്തിലാണ് എന്താണ് ഏത് രണ്ട് സിനിമ മധുരരാജ ആൻഡ് ലൂസിഫർ മമ്മൂട്ടി ഫാൻസ് അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസ് തമ്മിൽ ഇടയ്ക്ക് ജഗട ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമകളുടെ വിജയത്തിന്റെ കാര്യത്തിൽ അവർ രണ്ടും സെലിബ്രേഷൻ മൂഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പൊളിക്കുകയാണ് ബോയിങ് ബോയിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ലാലേട്ടൻ ഫാൻസിനും അതുപോലെ തന്നെ മമ്മൂക്കയുടെ സൂപ്പർ ഫാൻസിനും നല്ലൊരു കൈയടി അവർക്ക് വേണ്ടി ടിവിയുടെ മുമ്പിലിരുന്ന് കൈയടിക്കുന്ന ആൾക്കാർ ഒന്ന് ആഞ്ഞിട്ട് പിന്നെയും കൈയടിച്ചുകൊണ്ടിരുന്നു നമ്മൾ ഇന്നത്തെ ഗെയിംസിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ വരാൻ വേണ്ടി പോവാണ് ഒരുപാട് കിടിലൻ പോരാട്ടങ്ങൾ വരാൻ വേണ്ടി പോവാണ് ആ കാഴ്ചകളിലേക്ക് റെഡി ആയിരിക്കുന്ന ടീം എക്കും ടീം ബിക്കും ഈ ഷോയിലേക്ക് സ്വാഗതം ആദ്യം ടീം എ തന്നെ നമുക്ക് പരിചയപ്പെടാം യെസ് ടീം എയിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സരിത സരിതയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സി കേരളത്തിലെ അല്ലിയാമ്പൽ എന്ന സീരിയലിൽ നല്ലൊരു അമ്മായി ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കൊനിഷ്ഠൊക്കെ ഉള്ള ഒരു അമ്മായിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ അമ്മായി അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമ്മായിയാണോ അമ്മായി ആയിട്ട് പ്രശ്നം ഒരുവിധ അമ്മായിമാരൊക്കെ ഇങ്ങനെയാണോ അമ്മായിയുടെ കൂട്ടത്തില് വേറൊരാളുണ്ട് അടുത്ത ടീമില് ആ ആള് പ്രശ്നം ഉണ്ടാക്കും അതായത് കുറ്റം ചെയ്യുന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നമ്മൾ അത്രയല്ലേ ഉള്ളൂ പ്രേരണ കുറ്റാണ് ഏറ്റവും വലിയ കുറ്റം ഈ അല്ലിയാമ്പൽ ടീമെല്ലാം നമ്മുടെ ബോയിങ് എപ്പിസോഡ് കാണാറുണ്ടോ ഞാനും ഈ പ്രോഗ്രാം കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കണമെന്ന് അടുത്ത ടീമിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു വർഷയും ഈ തൊട്ടിപ്പുറത്തിരിക്കുന്ന അമ്മായി തമ്മിലൊരു ബന്ധമുണ്ട് എന്താണെന്നറിയോ ഈ അമ്മായിയുടെ മകളാണ് ആ വർഷ ആണോ നീ അറിഞ്ഞില്ല അല്ലേ ഞാനിതൊക്കെ അന്വേഷിച്ചു അമ്മായിയുടെ മോളാണോ അമ്മായിന്റെ മോളെ ഞാൻ സംഭവിച്ചെന്താണെന്നറിയോ ഞാൻ ആ കുട്ടിയോട് ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ചേച്ചി പറഞ്ഞു ഞാൻ ആ കുട്ടിയുടെ അമ്മയാണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അധികം കളിക്കണ്ട കാരണം അമ്മയാണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്നോട്ട് ചോദിക്കണം കെട്ടിച്ചേരുമോ അത് അവിടെ നിന്നല്ലേ ഇവിടെ നിന്നല്ലേ ചോദിക്കുന്നത് ഒരു അകലം പാലിച്ചിട്ടല്ലേ ചോദിക്കുന്നത് സിനിമ ചെയ്യുന്നു രണ്ട് സിനിമ ചെയ്തു ഏതാണ് ഇപ്പൊ ചെയ്ത സിനിമ ഇപ്പൊ ജലസമാധി എന്ന് പറഞ്ഞിട്ട് ജലസമാധി വേറെ ഏതാ മൂവി ചെയ്തേ വേറെ ഒരു പുതിയ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം മൂവി ചെയ്തു മലയാളത്തിലെ സി കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു പക്ഷേ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സി തമിഴിൽ നിന്ന് നിവിഷ പ്ലീസ് വെൽക്കം ടീം ബിയിൽ നിന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് മലയാള സിനിമയിലെ സീരിയലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ സുപരിചിതയായ മഞ്ജു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യമേ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിൽ ഞാനിപ്പോ സി കേരളത്തിൽ അല്ലിയാമ്പൽ എന്ന് പറയുന്ന ഒരു സീരിയലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലിയാമ്പൽ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിത് ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോ തൊട്ടേ സീരിയലിന്റെ സെറ്റിൽ ഇരുന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തേ എപ്പോ പോണം ഭയങ്കര ത്രില്ലടിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടിവിയിലൂടെ തന്നെ അതുപോലെ തന്നെ സിനിമകളിലൂടെ ഒക്കെ നിറഞ്ഞു നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി സുരേന്ദ്രൻ. ലക്ഷ്മിയെ കാണുമ്പോ ഈ 96 സിനിമയിലെ തൃഷയുടെ ഒരു ചായ തോന്നുന്നുണ്ട് അല്ല ഇപ്പഴത്തെ അവസ്ഥയായിരുന്നു. ലക്ഷ്മി എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷം. തൊട്ടപ്പുറത്ത് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെമ്പി നിൽക്കുന്ന ആ ഒരു കുഞ്ഞു സുന്ദരിയുടെ പേരാണ് അക്ഷിത. പ്ലീസ് വെൽക്കം. എന്ത് ചെയ്യുന്നു അക്ഷിത? സീരിയൽ ഏതൊക്കെ മലയാളത്തിലാണോ തമിഴിലാണോ? മലയാളം തമിഴ് രണ്ടിലും ചെയ്തോണ്ടിരിക്കുക. എല്ലാ ലാംഗ്വേജിലും ഓടി നടന്ന് സീരിയൽ ചെയ്തോണ്ടിരിക്കുക. ഇതിനൊക്കെ ഡേറ്റ് ഉണ്ടോ?
അതൊക്കെ രണ്ടും ഒരേ സീരിയലാ ചേട്ടാ. മലയാളത്തിലും തമിഴിലും ഒരേ സീരിയൽ ചെയ്യുമ്പോ ഇപ്പുറത്തുനിന്ന് മലയാളം ഡയലോഗ് പറഞ്ഞിട്ട് ഇപ്പുറത്ത് മാറിയിട്ട് തമിഴ് തന്നെ പറഞ്ഞാൽ മതിയോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഓക്കെ, എന്തായാലും ടീം എയും ടീം ബിയും അതിഗംഭീരമായിട്ട് മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇവരൊക്കെ നല്ല ചുണക്കുട്ടികളാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മത്സരം, ഗംഭീരമായിട്ടുള്ള ആ മത്സരത്തിന്റെ പേരാണ്, ഞാൻ ഈ കോസ്റ്റ്യൂമിലാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയാം, that is സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ നമ്മൾക്ക് ഗംഭീരമായിട്ട് പരിചയപ്പെടേണ്ട കുറച്ച് ആൾക്കാരെ ഇതിനകത്ത് ഇരുത്തിയിരിക്കുകയാണ്. That is ബാഹുബലി ബോയ്സ്. സവാരിഗിരിയുടെ മത്സരത്തിന്റെ കുറച്ച് ആചാരങ്ങൾ നമുക്കുണ്ട്. സവാരിഗിരിയിൽ നിങ്ങൾ കാണുന്ന ഒരു കിക്കിംഗ് ഫ്ലോർ ആണ്. റൈറ്റ് സൈഡിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഫ്ലോറിൽ 12 ബക്കറ്റ് വെള്ളവും നിറച്ചിട്ടുണ്ട്. ടീം എ ആണ് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത്. 2 ബക്കറ്റ് വെള്ളമായിട്ട് ഈ റാമ്പിലൂടെ നടക്കുക, അവിടെ ചെന്ന് ഇറങ്ങുക, റൈറ്റ് സൈഡിലെ ബക്കറ്റിൽ ഫില്ല് ചെയ്യുക. ടീം ബിയുടെ ബക്കറ്റ് ലെഫ്റ്റ് സൈഡിലാണ്. പോകുമ്പോൾ ശ്രദ്ധിക്കുക, മിഡിലൂടെ മാത്രം പോവുക. അഥവാ ബക്കറ്റ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അതെടുത്തിട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഒരാൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്ക് പോകാനുള്ള ചാൻസ് കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കുന്ന ടീമിന് കിട്ടുന്നത് 300 പോയിന്റ്സ് ആണ്. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും. സോ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റൗണ്ട് ആണിത്. 2 ബക്കറ്റ് വെള്ളമായിട്ട് റാമ്പിലൂടെ നടക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് ബക്കറ്റ് ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇറങ്ങി ആ ബക്കറ്റ് എടുത്ത് സെന്ററിൽ വന്ന് റാമ്പ് ഫിനിഷ് ചെയ്തിട്ട് തിരികെ വന്നാൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? ആദ്യം സവാരിഗിരിയിൽ മത്സരിക്കാൻ പോകുന്നത് ടീം എ ആണ്. വെൽക്കം ടീം എ. പ്ലീസ് കം ടീം എ. മോനെ രാജ, വടക്കൻ കളരിയിലെ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യം ഉണ്ടെന്നറിയാം. പക്ഷേ എന്റെ കളരിയിലെ വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. മോനെ ലൂസു, രാജയും പിള്ളേരും സ്ട്രോങ് ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. ഇതായിരുന്നല്ലേ നീ കാരവാനിലെത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിച്ചോണ്ടിരുന്നത്? നീ പഠിച്ചോണ്ടിരുന്നില്ലേ? ചെവിയിൽ ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞത് അത് തന്നെയായിരുന്നില്ലേ? സവാരിഗിരിയിൽ ടീം എയിൽ നിന്ന് ആദ്യം മത്സരിക്കാൻ പോകുന്ന സരിത. സരിത, ഓൾ ദ ബെസ്റ്റ് യു. സരിത ഈ ഭരതനാട്യത്തിനൊക്കെ മുന്നേ തൊട്ടുപോഴുമല്ലോ പാത ഇതൊക്കെ ഉണ്ടായിരുന്നു. സെന്ററിലൂടെ പോവുക, 2 ബക്കറ്റ് വെള്ളം നമ്മുടെ ആ റൈറ്റ് സൈഡിലെ ബക്കറ്റിൽ നിറയ്ക്കുക. ബക്കറ്റ് വെള്ളം കളയരുത്. വീട്ടിൽ ബക്കറ്റ് വെള്ളം എടുക്കാറുണ്ടോ? ഇല്ല, അത് തന്നെ പ്രശ്നം. ഓക്കെ സരിത, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. സരിത പോയിട്ട് വരുമ്പോ മകൾ ഇവിടെ നിന്ന് പറയാണ്, പാവ എന്റെ അമ്മയ്ക്ക് ഇതൊന്നും കൊണ്ട് പറ്റത്തില്ല, ഞാനാണ് വീട്ടിലെ ബക്കറ്റും വെള്ളം എല്ലാം എടുക്കുന്നത്. അമ്മയ്ക്ക് കിട്ടി ഇടി മൊത്തം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സൂരജ കുട്ടി പറയുന്നറിയാമോ, വീട്ടിലെ അമ്മ ഒരു പണി എടുക്കാറില്ല, ഞാനാണ് ആ പണി മൊത്തം എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോവാം. പറയില്ല. അപ്പോ ഓൾ ദ ബെസ്റ്റ് യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1. നായിക നിമിഷ, ഓൾ ദ ബെസ്റ്റ് യു. എന്തായാലും നിമിഷയുടെ ആ എനർജി മൊത്തം നമുക്ക് റൈറ്റ് സൈഡിലെ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ.
ആദ്യം പോകുമ്പോൾ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സരിത പറയട്ടെ ഇത്തവണ എന്റെ ബാഹുബലി ബോയ്സ് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. സരിത ആ വിശ്വാസം രക്ഷിക്കട്ടെ. സരിത, All the best to you. Your time starts now. 3, 2, 1, go. അമ്മായിക്ക് അപ്പുറത്ത് നിൽക്കും ഞാൻ മരുമോൾ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വർഷമോൾ ദേ സരിത ഇറങ്ങാൻ പോണു. അമ്മയുടെ ഗുണം കുറച്ചെങ്കിലും കാണിക്കണം. ഓക്കെ അമ്മ കണ്ടല്ലോ അടിപൊളിയായിട്ട് പോയാണ് ആ ബക്കറ്റ് അത്രയും വെള്ളം നിറച്ചിരിക്കുന്നത്. ഓക്കെ വർഷ ഓൾ ദ ബെസ്റ്റ് യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. വില്ലത്തിയായ പാവം നായിക. പക്ഷേ ഈ നായിക വരുന്നതിന് മുമ്പ് സരിത ചേച്ചി എന്നോട് ചോദിക്കുന്നറിയാമോ ഞാൻ പോകട്ടെ എന്ന്. വേണ്ട ഇവര് തന്നെ പോണം. ഇടി ഇവർക്കും കിട്ടണം. ഓക്കെ ഓൾ ദ ബെസ്റ്റ് യു. നിമിഷ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. നായികയും വില്ലന്മാരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ്. സൂപ്പർ സേഫ് അന്ന് ബക്കറ്റ് കുറെ കാര്യങ്ങൾ സവാരി മത്സരം കഴിയുമ്പോൾ ചോദിക്കാം. ആദ്യം ചോദിക്കാനുള്ള സീനിയാരിറ്റി വെച്ച് തന്നെ ചോദിക്കാം. സരിത ചേച്ചി ആദ്യത്തെ മത്സരത്തിൽ ബക്കറ്റ് വെള്ളമൊക്കെ പാളിപ്പോയെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ എന്തായിരുന്നു? രണ്ടാമത് ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച ഇറങ്ങി. രണ്ടും കൽപ്പിച്ചത് ഈ ബക്കറ്റ് പുറത്ത് വെച്ചിട്ട് തിരിച്ച് 2 സ്റ്റെപ്പ് കയറി വന്ന് 2 അടിയെ കൊടുത്തിട്ട് പോകുന്നുണ്ടല്ലോ. കാരണം ഒരു മനുഷ്യത്വം ഇല്ലാതെയാണ് നമ്മളെ ഇടിക്കുന്നത്. അപ്പൊ തിരിച്ചു കൊടുക്കണ്ടേ രണ്ട്. പിന്നെ ആദ്യം ബാഹുബലി ടീം ഇപ്പൊ കരയാണ്. ആരോ വല്ലാതെ തല്ലി കാലടിച്ചു വന്നു. അടുത്ത ആള് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കൊള്ളാം, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. നായിക എന്ത് പറയുന്നു? നായിക എന്ത് നായിക പറയുന്നു? എങ്ങനെയുണ്ടായിരുന്നു? வேணும்னே தான் படிச்சுட்டே இருந்தேன். ஆ, okay. அடிச்சு அடிச்சு டயர்ட் ஆகட்டும். കിടച്ച വെള്ളം കളഞ്ഞിട്ട് പോയിച്ച്. நான் அந்த பக்கம் போனா போதும்னு இருந்தது. എനിവേസ് മത്സരം ഗംഭീരമായിട്ട് ടീമെ മത്സരിച്ചിരിക്കുകയാണ്. അവർക്ക് സാധിക്കുന്ന വെള്ളം ഇവിടെ നിറച്ചിരിക്കുകയാണ്. ഇനി ടീം ബിയുടെ അംഗത്തിലേക്കുള്ള വെയിറ്റിംഗ് ആണ്. അതിനിടയിൽ ഒരു ചെറിയ ചെറിയ ബ്രേക്ക്. break. This is Boing Boing. Have a short break. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. അപ്പോ ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങളുടെ ടീമിന്റെ അംഗം കഴിഞ്ഞു. നിങ്ങളുടെ ടീം ഇത് അത്രയും നിറച്ചു. ഇനി എന്റെ ടീമിന്റെ വരവാണ്. രാജയുടെ ട്രിപ്പിൾ സ്ട്രോങ് പിള്ളേരുടെ എൻട്രിക്കുള്ള ടൈമായി. വെൽക്കം ടീം ബി. അവര് ടീം എയുടെ മത്സരം അവിടെ നിന്ന് കണ്ടപ്പോ എന്താ നിങ്ങൾ ഇത് നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയൊക്കെ ഇനി ഉണ്ടാവോ? ശരിക്കും ചിരിച്ച് അടുത്തത് ഞങ്ങളാണല്ലോ അനുഭവിക്കാൻ എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്?
കിട്ടില്ലൻ. അവരുടെ ചേട്ടാ നമ്പർ നമിച്ചിരിക്കുന്നു കേട്ടോ ചേട്ടാ, സൂപ്പർ അടിപൊളി. ടീം ബിയിൽ നിന്ന് സവാരിഗിരി മത്സരത്തിനായിട്ട് ആദ്യം വരുന്നു ലക്ഷ്മി. ലക്ഷ്മി, all the best to you. ലക്ഷ്മി, your time starts now. 3, 2, 1, go. Good job. Very good, Lakshmi, very good. കളയരുത്. Miss ചെയ്യരുത്. പോ. Finish ചെയ്യാം. Good job. അപ്പുറത്ത് വെക്ക്. ഇപ്പുറത്ത്. എവിടെ പോണ്? വീണ്ടും അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് രാജയുടെ മറ്റൊരു മണിമുത്ത് മഞ്ജു. ഈശ്വരാ. മഞ്ജു, all the best to you. Your time starts now. 3, 2, 1, go. Good job. Super. മഞ്ജു പറന്നാണല്ലോ പോയത്. മഞ്ജു പൊളിച്ചു, തകർത്തു, തിമിർത്തു. രാജാ സൊല്ലുന്നതാ ചെയ്വത് മറ്റും എല്ലാ മമ്മൂക്ക ഫാൻസിനും അഭിവാദ്യങ്ങൾ. അടുത്ത് സവാരിഗിരി മത്സരത്തിൽ അക്ഷിത. All the best to you. രാജയും പിള്ളേരും സ്ട്രോങ്, ട്രിപ്പിൾ സ്ട്രോങ്. Your time starts now. 3, 2, 1, go. Good, very good finish. ടീം ബിയിൽ നിന്ന് വീണ്ടും വരുന്നു ലക്ഷ്മി. ലക്ഷ്മി, your time starts now. Time starts now. 3, 2, 1, go. Super. Very good job, Manju. രാജയുടെ കുട്ടികളാണ്. അക്ഷിത, all the best. Your time starts now. 3, 2, 1, go. ആകാശത്തിൽ പറക്കുന്ന ഒരു വെണ്ണിൽ പറവയെ പോലെ അവൾ പറക്കുകയാണ്. ആ ബക്കിന്റെ പിടിയൊന്നവിടെ കാണിച്ചു. എനിക്കിത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മഞ്ജു ഇവിടുന്ന് പോയിട്ട് അവിടെ പോയി ഒരു ശയന പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അല്ല ആദ്യം നല്ല സ്പീഡിൽ പോയില്ലേ, അവരുടെ നേർച്ചയിട്ട് അവരൊന്ന് നമിച്ചതാ. നേർച്ചിട്ടാണ് ബോയിങ്ങിന്റെ ഈ വേദിയിൽ ഒരു ശയന പ്രദർശനം ചെയ്യാറ്. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ കിട്ടാതെ പോകുന്നു. വീട്ടിൽ ഇമാതിരി ഇടിയൊക്കെ ഉണ്ടോ? വീട്ടിൽ കൊടുക്കാൻ പറ്റാത്തത് ഇവിടെ കിട്ടി. നിങ്ങൾക്ക് കിട്ടാറുണ്ടെന്ന് വെച്ചത്? ഇല്ല കിട്ടാറില്ല. പക്ഷേ ഭാഗ്യവാൻ. ഇനിയെങ്കിലും മഞ്ജു നന്നാവോ? നന്നാവും, തീർച്ചയായിട്ടും നന്നായിക്കോളും. അക്ഷിത അമ്മയുണ്ടോ ഇവിടെ? എവിടെ? അകറ്റം. അക്ഷിതയുടെ അമ്മയ്ക്ക് 2 എണ്ണം ഓൾറെഡി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് ഇവിടുന്ന് കിട്ടുന്ന കാണുന്നതിന്റെ ആ ഒരു സന്തോഷം മുഖത്തുണ്ടായിരുന്നു. അല്ലേ? എന്താ പേര്? എന്താ പേര്? ശോഭന. വെൽക്കം ടു ബോയിങ് ബോയ്.
പറയൂ എങ്ങനെയുണ്ട് മോൾ ഇവിടെ പോയിട്ട് ബാഹുബലി ബോയ്സ് നല്ല അടിയെ കൊടുക്കുന്ന കാണുമ്പോൾ എന്താ വളരെ സന്തോഷമുണ്ട്. എന്റെ മോള് തടിക്കണം എന്ന് പറഞ്ഞ് കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതില് 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവള് തടിക്കും. നീര് വന്നിട്ട് തടിക്കേണ്ടതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ലക്ഷ്മിയുടെ അമ്മയും അവിടെ ഉണ്ട്. ഹലോ, എങ്ങനെയുണ്ട്? എന്താ പേരെന്താ? രാധ. രാധ, വെൽക്കം ടു ബോയിങ് ബോയിങ്. ലക്ഷ്മി, എങ്ങനെയാണ് ഈ മത്സരത്തിൽ പോകുന്ന സമയത്ത് അടിയെ കിട്ടുന്ന സമയത്ത് വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല. കുറെ നാളായിട്ട് നല്ല 2 കിട്ടാത്തണ്ട്. ഓളെ പണ്ടേ തച്ച് പല്ല് കഴിക്കണമെന്നുണ്ടായിരുന്നല്ലേ? വീട്ടിൽ നല്ല തല്ല് കിട്ടി. ഓക്കെ, സാധാരണ മത്സരം അവസാനിക്കുമ്പോൾ സൂരജും ഞാനും അവിടെ പോയി ഇത് മെഷർ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിന്റെ ഒരു ആവശ്യമില്ല. കാണുന്ന പ്രേക്ഷകർക്ക് നമുക്കും എല്ലാം വ്യക്തമാണ്. ടീം ബി ആണ് 300 points എടുക്കുന്നത്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. രാജയും പിള്ളേരും സ്ട്രോങ്, ട്രിപ്പിൾ സ്ട്രോങ്. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും മത്സരം വരാൻ പോവുകയാണ്. അതിന് മുന്നേ ചെറിയ തയ്യാറെടുപ്പുകൾക്ക് ഞങ്ങൾക്ക് ഒരു ഇടവേളയുടെ ആവശ്യമുണ്ട്. This is Boing Boing. Have a short break. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. മത്സരത്തിന്റെ കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത് വരാൻ പോകുന്ന മത്സരത്തിന്റെ കുത്തൊഴുക്കിൽ ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്നാണ് അറിയുന്നത്. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. മഞ്ജു ഒത്തിരി സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കുനിഷ്ഠ പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. തലയണ മന്ത്രം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്താണ് തലയണ മന്ത്രം? എങ്ങനെയാണ് കൊടുക്കാറുള്ളത്? ഇവർക്കൊന്നും അറിയില്ല തലയണ മന്ത്രം എന്താണെന്ന്. അമ്മായി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കാര്യങ്ങളൊക്കെ ഞാനാ പറഞ്ഞു. നീ വീട്ടിൽ ആരും അറിഞ്ഞേക്കരുത്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ളതാ അമ്മായി. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തലയണ മന്ത്രത്തിന് ഒരു ഡെഫിനേഷൻ കിട്ടി. ഞാനാ പറഞ്ഞതെന്ന് ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്തും മൂന്നാമത് ഒരാളെ അറിയരുത്. പക്ഷെ അറിയേണ്ടടുത്ത് അറിയാൻ വേണം. ഈ ഡയലോഗ് അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തലയുടെ മന്ത്രമായി. എനിവേസ്, നമ്മുടെ ബോയിങ് ബോയിലെ തലയുടെ മന്ത്രത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു റോളിംഗ് ട്യൂബ് കാണാം. 2 സൈഡ് പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം. അതുപോലെ ഒരു ബോർഡർ ലൈനും കാണാം. ടീം എയിൽ നിന്ന് ഒരാൾ വരും, ടീം ബിയിൽ നിന്ന് ഒരാൾ വരും. നേരെ പില്ലോ എടുക്കുക. ആദ്യം ആരാണ് ഈ ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് പോയി ഓപ്പോസിറ്റിലുള്ള ആളിനെ അടിച്ച് താഴെ ഇടുന്നത് അവർക്ക് കിട്ടുന്നത് 150 പോയിന്റ് ആണ്. അതായത് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 50 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിനെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ 100 പോയിന്റ് കിട്ടും. ടോട്ടൽ 150 പോയിന്റ് കിട്ടും. പോകുന്ന പോക്കിന് തലയണ താഴെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചാൻസ് പോയി. ഓപ്പോസിറ്റ് ടീമിനെ അടിച്ച് താഴെ ഇട്ടിട്ട് ഒരു നിമിഷം അവിടെ പോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ പോയിന്റ് 100 കിട്ടത്തുള്ളൂ. അറിയാലോ. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഗോ പറഞ്ഞതിന് ശേഷം മാത്രം പോവുക. ആദ്യമേ പോയി രണ്ടുപേരും കൂടെ വെള്ളത്തിൽ വീണ് തലയണ മന്ത്രം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഒന്നും മന്ത്രം പറയാൻ പറ്റത്തില്ല. ടീം എയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്നത് സരിത ആൻഡ് ടീം ബിയിൽ നിന്ന് മഞ്ജു. ബെസ്റ്റ്. പക്ഷെ രണ്ടുപേരും പറയണം ആ ട്യൂബിന്റെ പുറത്ത് തലയണ മന്ത്രമൊന്നും വേണ്ട. ഇവിടെ നിന്ന് അടിയും മത്സരവും നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മഞ്ജു ആൻഡ് സരിത. Okay? Ready? Your time starts now. 3, 2, 1, go! Go! മഞ്ജു തലയുടെ മന്ത്രം നന്നായിട്ട് അറിയുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ആ വെപ്രാളത്തിൽ ഓടി വന്നത്. അല്ല, ഫസ്റ്റ് ബോർഡർ ലൈൻ കടക്കണമെന്ന് പറഞ്ഞില്ലേ? ആ ഒരു ആവശ്യത്തിൽ ഓടി വന്നപ്പോഴേക്കും പക്ഷേ ഈ പില്ലോ വെച്ച് അടികൂടാൻ പറഞ്ഞപ്പോ ഈ വലിച്ച ഷർട്ടിലൊക്കെ പിടിച്ചെടുത്ത് തറയിലിടുന്നുണ്ട്. ഇല്ല, ചേച്ചിയുടെ പില്ലോ വാങ്ങിച്ചിട്ട് അടിക്കാൻ നോക്കിയതാ. ഒരു പില്ലോ വാങ്ങിച്ച് അടിച്ചാ ഈ പില്ലോക്ക് വേണ്ടിയിട്ട് അടിയോ? സൂപ്പർ. എന്തായാലും അടിപൊളി. ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു. അതിന്റെ പോയിന്റ് മാത്രമേ സരിത എന്താ പറ്റിയേ? മഞ്ജു സരിത അവിടെ ചെന്നപ്പോഴേ മഞ്ജു എന്നോട് എന്തോ പറയാൻ വരുന്നു. എന്തായാലും നമുക്ക് ആ ട്യൂബിന്റെ പുറത്തുനിന്നുള്ള തലയുടെ നഷ്ടപ്പെട്ടു പോയി. ഈ വെള്ളത്തിൽ എന്തായാലും രണ്ടുപേരും വേണില്ലേ? ഇനി വെള്ളത്തിൽ ആ പില്ല വെച്ച് രണ്ടുപേരും ഫൈറ്റ് വിടുക. ആരുടെ തലയണയാണ് ആദ്യം വെള്ളത്തിൽ പോകുന്നത് നോക്കാം. മുരുക, ഒരു മ്യൂസിക് താ.
തലയുടെ മന്ത്രത്തിൽ ആദ്യത്തെ മത്സരം കഴിയുമ്പോൾ മഞ്ജു ബോർഡർ ലൈൻ ക്രോസ് ചെയ്തോണ്ട് ടീം ബിക്ക് 50 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഗുഡ് ജോബ്. അടുത്ത പോക്കിൽ റെഡ് ലൈൻ ക്രോസ് ചെയ്താൽ മാത്രം പോരാ, തല്ലി ഇടുകയും വേണം. ഓക്കെ, രണ്ടാമത് ടീം എയിൽ നിന്ന് വരുന്നു വർഷ ആൻഡ് ലക്ഷ്മി ഫ്രം ടീം ബി. ഓൾ ദി ബെസ്റ്റ്. Varsha, Lakshmi, all the best. Your time starts now. 3, 2, 1, go. എന്താ അവിടെ സംഭവിച്ചേ വർഷ? ശൂന്യാകാശത്തിലായിരുന്നു ചേട്ടാ. ശൂന്യാകാശത്തിലായിരുന്നു. പക്ഷെ നല്ല തല്ലായിരുന്നു കേട്ടോ, സൂപ്പർ തല്ലായിരുന്നു. സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ തലയണ തള്ളി തെറിപ്പിച്ചു, ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു, അങ്ങനെ ടീം ബി 150 പോയിന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ് ജോബ്. രാജയും പിള്ളേരും സ്ട്രോങ് ആ, ട്രിപ്പിൾ സ്ട്രോങ്. ഓക്കേ, ഇനി പാടട്ടെ. ആ തലയുടെ മന്ത്രം മത്സരം ഗംഭീരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീം ബി വീണ്ടും 150 പോയിന്റ് നേടിയിരിക്കുകയാണ്. വെരി ഗുഡ്, ഗുഡ് ജോബ്. രാജാ சொல்றதுதா செய்வா, செய்வது மட்டும்தான் சொல்வா. നീ ജയിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്, പക്ഷെ ഇത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഞാനത് പറയാനായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോ മൂന്നാമത്തെ റൗണ്ടിൽ മത്സരിക്കാനായി ടീം എയിൽ നിന്ന് ആരാ വരുന്നത്? നിമിഷ ആൻഡ് ടീം ബിയിൽ നിന്ന് അക്ഷിത. നിമിഷ, അക്ഷിത, ready? All set? Your time starts now. 3, 2, 1, go. Let it flow, come to the floor, take it back to the 90s. അവർ ആക്ച്വലി എന്തോ അവർ പറയാനുണ്ടായിരുന്നു. തമ്മിൽ എന്തോ തീർക്കാൻ വേണ്ടി പോയതാ. ഒരു ചാൻസ് കൂടെ തരാം. തലനെടുത്തിട്ട് ഒരു ചാൻസ് കൂടി തരാം. തലയെടുത്തിട്ട് വരാം. ആ, ഒരു ചാൻസ് കൂടി കിട്ടുകയാണ്. Your time starts now. 3, 2, 1, go. ஓகே, நிமிஷா എന്താ പറ്റി, என்னாச்சு? ஃபாஸ்டா வரணும்னு வந்து அந்த இடத்து வரும்போது ஸ்லிப் ஆயிடுச்சு. இவ்வளவு ஃபாஸ்ட்ல எங்க போയത് നിങ്ങ? அந்த பிளான் வொர்க் அவுட் ஆகலையா? ഓക്കെ, അക്ഷിത എന്തായിരുന്നു കാര്യം? സന്തോഷായിരുന്നു. അക്ഷിത ഇപ്പൊ റെഡ് ലൈൻ ക്രോസ് ചെയ്തു, എതിരാളി ഇല്ലാതെ തന്നെ വിജയിച്ചു, 150 പോയിന്റ് നേടി. ആ ഒരു സന്തോഷത്തിനെ അടിച്ചു പൊളിക്കാൻ പറ്റും.
യു ആർ വാച്ചിങ് ബോയ് ബോയുടെ തലയുടെ മന്ത്രം ഇവിടെ ഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ മത്സരത്തിൽ അന്തിമ വിജയം എന്ന് പറയുന്നത് ടീം ബിക്കാണ്. ആ ഡയലോഗ് അല്ലേ? രാജാ സ്വന്തം ഇനി വേണോ ചാൻസ്? രാജേ പിള്ളേരോ അതാണ്. ഓക്കെ, അപ്പോ എന്തായാലും തലയുടെ മന്ത്രത്തിൽ 350 പോയിന്റ് ആണ് ടീം ബി നേടിക്കുന്നത്. നല്ലൊരു കൈയടി പ്ലീസ്. മധുരരാജ വളരെ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. അക്ഷിത നല്ല ഒന്നാം തരം ഡാൻസർ ആണെന്ന് ആ പൂൾ ഡാൻസ് കണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് മധുരരാജയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് വരാൻ പോകുന്നത്. അക്ഷിത ഇന്ത്യ മ്യൂസിക് പ്ലീസ്. ഈ ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ചെറിയൊരു ഇടവേളയെടുക്കുകയാണ്. This is Boy have a short break. ദീപ, ഒരു കാര്യം നീ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടെ ഇതുവരെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ മമ്മൂക്കയുടെ ടീമാണ് ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായിട്ടുള്ള. പക്ഷേ ലാലേട്ടന്റെ ടീം എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആണ്. ഇപ്പൊ മാർക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മത്സരത്തിലില്ലെങ്കിലും എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര എനർജിയാണ് അല്ലേ? നമുക്ക് ആ വാശി ഒന്ന് കണ്ടറിഞ്ഞാലോ? എന്നാ കാണാം. ശരി, ലാലേട്ടൻ ടീം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികൾക്ക് എല്ലാവർക്കും സ്നേഹം മാത്രം നൽകിക്കൊണ്ട് നമ്മുടെ ഏറ്റവും അവസാനത്തെ മാസീവ് റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. താമരശ്ശേരി ചുരം. ഓക്കെ, താമരശ്ശേരി ചുരം കയറാൻ ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. താമരശ്ശേരി ചുരം കയറാൻ ടീം എയും ടീം ബി അവിടെ ഓൾ സെറ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ബോൾ കയ്യിലെടുക്കാം. താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ.
മഞ്ജു. അടിപൊളി മഞ്ജു. Very good, very good. Oh, good job, good job, good job. Last 30 seconds only. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out. അങ്ങനെ താമരശ്ശേരി ചുരം എല്ലാവരും ചേർന്ന് കീഴടക്കി. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. മക്കളെ പോന്നോളൂ. താമരശ്ശേരി ചുരത്തിന്റെ മത്സരം എപ്പോഴും അവസാനമാണ് ഗംഭീരമാക്കുന്നത്. കാരണം നിങ്ങളുടെ ഡാൻസും ആ ചുരം ഇറങ്ങുന്നതും ജില്ലു ബില്ലുവിന്റെ ഓവർ റൊമാൻസ് ആവും. അവര് തലമറന്ന് എണ്ണ വെച്ച് തുടങ്ങി. ഓക്കെ, എന്തായാലും മത്സരം അവസാനിക്കുമ്പോൾ നമുക്ക് ബോയിൽ നിന്ന് ഇവരെ വിട്ടു പിരിയുന്നതിന് മുന്നേ നമുക്ക് ഇവരുടെ അനുഭവങ്ങൾ ചോദിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു സരിത? സൂപ്പർ ആയിരുന്നു. ആ, ഈ അമ്മായിയായിട്ട് സീരിയലിൽ അഭിനയിക്കുന്നതും ഇങ്ങനത്തെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതില് അമ്മായി ശരിക്കും ഇതിലും അഭിനയിച്ചത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് സി കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റിയതെന്നാണ് ഞാൻ പക്ഷെ വിശ്വസിക്കുന്നത്. ഞാൻ അടുത്ത ആള് മകൾ പറയും.
എന്താണ് കൊള്ളാൻ? എല്ലാം നിമിഷ എன்னாச்சு? வேணும்ட்டே ஒரு பெரிய பால் எடுத்து மண்டையில அடிச்சு அப்படியே കിളിയെല്ലാം പറന്നിട്ട് ആ നിറയെ കിളി പറഞ്ഞത് ഞാൻ പാത്താച്ച്. വാട്ടർ ഡാൻസ് എപ്പടി ഇരുന്നത്? நல்லா இருந்தது. ആരതില് ரொம்ப ரொமான்டிக்கா ജില്ലുവാ ബില്ലുവാ? അത് ഗുണ്ടുവായിരുന്ന ഗുണ്ടുപ്പാപ്പ? ഇതിനാലதான் ഞാൻ சொல்றது നെക്സ്റ്റ് ടൈം ഞാൻ ജില്ലു. അപ്പൊ Okay. ടീം ബി എന്റെ പടക്കുതിരകൾ. രാജാ சொல்றதுதான் செய்வா செய்வது மட்டும்தான் சொல்வா. ബോയിന്റെ മത്സരം അവസാനിക്കുമ്പോൾ എന്താണ് ഫീൽ? എന്താ ഫീലെന്നോ? ആ നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അടുത്ത ആള് അക്ഷിത. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആ ഏത് ജില്ലുവിന്റെ ബില്ലുവിന്റെ ഡാൻസ് ആണോ? മഞ്ജുവിന് കുറെ അധികം പറയാനുണ്ടോ? മഞ്ജു സത്യം പറഞ്ഞാൽ ആദ്യം പേടിച്ച് കുറച്ച് ഇവിടെ വന്നാൽ എനിക്കിപ്പോ പോകാൻ മനസ്സില്ല. പോകാൻ മനസ്സില്ല. അയ്യോ. സത്യം. അപ്പൊ Serious, ഒരു കാര്യം ഞങ്ങളിപ്പോ നിങ്ങൾ ഇവിടെ പായ വെച്ച് കിടന്നോ. ഞാൻ ഇനിയും വരും. ഇനി വരും. അങ്ങനെ. വെരി ഗുഡ് വെരി ഗുഡ്. മത്സരം അവസാനിക്കുന്ന സമയത്ത് നമുക്കിനി മാർക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും. ആദ്യത്തെ മത്സരം സവാരിഗിരി മത്സരം ടീം എക്ക് 1 പോയിന്റ് നേടാൻ സാധിച്ചില്ല. പക്ഷെ ടീം ബി 300 പോയിന്റ്സ് ആണ് നേടിയിരിക്കുന്നത്. സൂപ്പർ. രണ്ടാമത്തെ മത്സരം തലേണാമന്ത്ര മത്സരത്തിലും ടീം എക്ക് 1 പോയിന്റ് നേടാൻ സാധിച്ചില്ല. പക്ഷെ ടീം ബി നേടിയിരിക്കുന്ന 350 പോയിന്റ്. സൂപ്പർ. മൂന്നാമത്തെ മത്സരം താമരശ്ശേരി ചുരം കയറുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 400 ആൻഡ് ടീം ബി 600. രാജയും പിള്ളേർ സ്ട്രോങ്. അപ്പോ ഫൈനൽ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ടീം എ 400 പോയിന്റ്, നല്ലൊരു കൈയടി. ടീം ബി 1250 പോയിന്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. രാജാ சொல்றது மட்டும்தான் செய்வா செய்வது மட்டும்தான் சொல்வா. മമ്മൂക്ക എങ്ങാനും ഇത് കണ്ട നിന്നെ അന്ന് പറഞ്ഞതെല്ലാം ഇപ്പൊ ഒരുമിച്ച് സോൾവ്. ഇന്ന് മമ്മൂക്ക ഞങ്ങളുടെ കൂടെയാണ്. കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക ഇന്ന് ബോയിങ് കംപ്ലീറ്റ് കണ്ടിട്ടേ എഴുതിട്ട് പോകുള്ളൂ. ഈ വന്ന ഓരോരുത്തരും നമ്മുടെ മുത്തുകളാണ്. ഈ മുത്തുകൾക്കൊക്കെ നമ്മളൊരു കിടിലൻ സമ്മാനം കൊടുക്കുകയാണ്. അഡ്രസ് ദ മെൻസ് അപ്പാരൽ നൽകുന്ന ഒരു കിടിലൻ ഗിഫ്റ്റ് നിങ്ങളുടെ ഒക്കെ വീടുകളിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. ഹാപ്പി ആയില്ലേ? പിന്നെ മത്സരം അവസാനിപ്പിക്കാനോ? ഇന്നത്തെ മത്സരം അവസാനിക്കുന്ന സമയമാണ്. മറ്റൊരു ദിവസം ഇതേ സമയം ഞങ്ങൾ വീണ്ടും ഒരു ഗംഭീര എപ്പിസോഡുമായിട്ട് തിരിച്ചു വരുന്നതാണ്. അതുവരയ്ക്കും this is Boing Boing. It's me, Deepan, signing off. And Suraj. Bye bye. Good night. Take care. Love you all.